കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഭരണകക്ഷിയുടെയും അവിഹിത ബന്ധത്തിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ രാജ്യമാകെ ഉയരുന്ന ഘട്ടത്തിൽ വിവാദ ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. തങ്ങളുടെ അജണ്ട നടപ്പിലാക്കാൻ വിവാദങ്ങളെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് BJPയെ ആരും പഠിപ്പിക്കേണ്ടതില്ല. മഹത്തായ ഇന്ത്യൻ ഭരണഘടനയെ ഒറ്റയ്ക്കില്ലാതാക്കാൻ കേന്ദ്രം ഭരിക്കുന്ന NDAക്ക് കഴിയില്ല. അപ്പോൾ ഭരണഘടനയുടെ മൂല്യങ്ങളെ പൊടിച്ചില്ലാതാക്കി മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള വിശാലമായ ഡിസൈനാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എത്രയോ വർഷങ്ങൾക്ക് മുൻപേ ഒരു ബദൽ ഭരണഘടന അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവണം. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ മാറ്റാൻ പാർലമെന്റിന് പോലും അധികാരമില്ല എന്ന് ഒരു സുപ്രീം കോടതി വിധി നിലവിലുണ്ട്. 2/3 ഭൂരിപക്ഷം ഉണ്ടായാൽ പോലും ഭരണഘടനയുടെ ബേസിക് പ്രിൻസിപ്പിൾ മാറ്റാൻ പാടില്ല എന്ന് പ്രശസ്തമായ കേശവാനന്ദ ഭാരതി എന്ന കേസിന്റെ വിധിയിൽ സുപ്രീം കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വത്തവകാശം മൗലിക അവകാശമാണോ എന്ന തർക്കത്തിലുള്ള ഈ കേസ് പാർലമെന്റിന് ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള അധികാരത്തെ സംബന്ധിച്ച പരിശോധനയായി പരിണമിക്കുകയുണ്ടായി. ഇന്ത്യയുടെ പാർലമെന്റിന് ഭരണഘടനാ ഭേദഗതിയാവാം, പക്ഷേ അത് ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തെ മാറ്റിമറിച്ചുകൊണ്ടാവരുത് എന്ന വിധി പ്രഖ്യാപനത്തിലേക്ക് സുപ്രീം കോടതി എത്തുകയുണ്ടായി. അപ്പോൾ BJPക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഭരണഘടനയിലെ കുറച്ച് കാര്യങ്ങൾ കുറച്ചായി എടുത്തു മാറ്റുക എന്നതാണ്. അതിനായി ആദ്യഘട്ടം എന്ന നിലയിൽ ജയിലിലായാൽ പ്രധാനമന്ത്രി മുതൽ മന്ത്രിമാർക്ക് വരെ പദവി നഷ്ടമാകുന്ന ബിൽ, ഓൺലൈൻ ഗെയിമിംഗ് പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ബിൽ, ദേശീയ കായിക ബിൽ, കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ഗവൺമെന്റ് ഭേദഗതി ബിൽ, ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ, ഇൻകം ടാക്സ് ബിൽ എന്നിങ്ങനെ ഭാവിയിൽ BJPക്ക് അനുകൂല സാഹചര്യമൊരുക്കുന്ന നിരവധി ബില്ലുകളാണ് പാർലമെന്റ് മൺസൂൺ സെഷനിൽ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ജയിലിലായാൽ പ്രധാനമന്ത്രി മുതൽ മന്ത്രിമാർക്ക് വരെ പദവി നഷ്ടമാകുന്ന ബില്ലിന്റെ അവതരണം തീർത്തും ഭരണഘടനാ വിരുദ്ധമാണ്. പ്രതിപക്ഷ സർക്കാരുകളെ അട്ടിമറിക്കാനുള്ള BJPയുടെ അജണ്ടയുടെ ഭാഗമാണ് ഈ ബിൽ എന്നത് വ്യക്തമാണ്. പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ എന്നിവർ തുടർച്ചയായി 30 ദിവസമെങ്കിലും തടവിൽ കഴിഞ്ഞാൽ സ്ഥാനം നഷ്ടമാകുമെന്നതാണ് ബില്ലിലെ വ്യവസ്ഥ. അഴിമതി ഇല്ലാതാക്കാൻ എന്ന പേരിലാണ് ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. CBI, ED തുടങ്ങിയ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളെയും നേതാക്കളെയും വേട്ടയാടുന്നതിന്റെ തുടർച്ചയായാണ് മുഖ്യമന്ത്രിമാരെയും സംസ്ഥാന മന്ത്രിമാരെയും പുറത്താക്കാനുള്ള നിയമനിർമ്മാണത്തിനുള്ള മോദി സർക്കാരിന്റെ നീക്കം. കേന്ദ്രീയ ഏജൻസികൾ വേട്ടയാടുന്ന ഘട്ടത്തിലും അതിനെ രാഷ്ട്രീയമായി നേരിടുന്ന പ്രതിപക്ഷത്തെ BJP ഭയന്നു തുടങ്ങിയിരിക്കുന്നു. ഇതുകൂടി കണക്കിലെടുത്താണ് പുതിയ ബില്ലുകളുടെ അവതരണം. ഇതിന്റെ ട്രയൽ റൺ ആയിട്ടാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും മന്ത്രിമാരായ മനീഷ് സിസോദിയ, സത്യേന്ദ്ര ജെയിൻ തുടങ്ങിയവരെയും ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെയും ED കേസിൽ കുടുക്കി ജയിലിലടച്ചത്. കെജ്രിവാൾ 5 മാസവും സിസോദിയ 17 മാസവും സത്യേന്ദ്ര ജെയിൻ 2 വർഷത്തിലേറെയും കസ്റ്റഡി തടവിൽ കിടന്നു. പ്രതിപക്ഷ പാർട്ടികൾ ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും കേന്ദ്ര ഏജൻസിയെ കൊണ്ട് BJPക്ക് അനായാസം കള്ളക്കേസ് എടുപ്പിക്കാൻ സാധിക്കും. പ്രതിപക്ഷ സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുക എന്നത് തന്നെയാണ് ലക്ഷ്യം. ബില്ലിന്റെ പരിധിയിൽ പ്രധാനമന്ത്രിമാരെയും കേന്ദ്രമന്ത്രിമാരെയും ഉൾപ്പെടുത്തിയതും ബോധപൂർവം തന്നെയാണ്. പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നതിനിടെ ബുധനാഴ്ച മന്ത്രി അശ്വിനി വൈഷ്ണവ് ഓൺലൈൻ ഗെയിമിംഗ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ബെറ്റിംഗ് ആപ്പുകളെ നിയന്ത്രിക്കാനും ചൂതാട്ടത്തിന് കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ചെയ്യാനാണ് ഈ ബിൽ എന്നാണ് അറിയിപ്പ്. ബിൽ പ്രകാരം നിയമം ലംഘിച്ച് ഓൺലൈൻ മണി ഗെയിമിംഗ് സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏതൊരാൾക്കും 3 വർഷം വരെ തടവോ 1 കോടി രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കും. അത്തരം സേവനങ്ങൾ പരസ്യപ്പെടുത്തുന്നതായി കണ്ടെത്തിയാൽ 2 വർഷം വരെ തടവും അല്ലെങ്കിൽ 50 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും. പണ ഗെയിമുകൾക്കായി ഇടപാടുകൾ സുഗമമാക്കുന്ന ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും 3 വർഷം വരെ തടവോ 1 കോടി രൂപ പിഴയോ ഉൾപ്പെടെയുള്ള പിഴകൾക്ക് വിധേയരാകാം. ആവർത്തിച്ചുള്ള കുറ്റകൃത്യങ്ങൾക്ക് കർശനമായ ശിക്ഷ ലഭിക്കുകയും ചെയ്യും. 3 മുതൽ 5 വർഷം വരെ തടവും ഉയർന്ന പിഴയും ലഭിക്കും. സ്പോർട്സും കാഷ്വൽ എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഓൺലൈൻ സോഷ്യൽ ഗെയിമുകളും ഇതിലൂടെ ഒഴിവാക്കപ്പെടും. ബില്ലിനെതിരെ ഓൺലൈൻ ഗെയിമിംഗ് വ്യവസായം ഏറെ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. മൊത്തത്തിലുള്ള നിരോധനം വലിയ തോതിലുള്ള തൊഴിൽ നഷ്ടത്തിനും കമ്പനികളുടെ അടച്ചുപൂട്ടലിനും കാരണമാകും. 2 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ നശിപ്പിക്കുമെന്നും 400-ലധികം കമ്പനികൾ അടച്ചുപൂട്ടുന്നതിലേക്ക് നയിക്കുമെന്നും ഡിജിറ്റൽ ഇന്ത്യ എന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം പുറകോട്ടടിക്കാനും കാരണമാകുമെന്ന് നിരീക്ഷകർ പറയുന്നുണ്ട്. നിയമാനുസൃത പ്ലാറ്റ്ഫോമുകൾ അടച്ചുപൂട്ടാൻ നിർബന്ധിതരായാൽ ഇത് കോടിക്കണക്കിന് ഉപയോക്താക്കളെ നിയമവിരുദ്ധമായ മറ്റു നെറ്റ്വർക്കുകളിലേക്കും ഓഫ്ഷോർ ചൂതാട്ട സൈറ്റുകളിലേക്കും തള്ളിവിടാൻ സാധ്യതയേറെയാണ്. സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗണ്യമായ സംഭാവന നൽകുന്ന നിയമാനുസൃതവും വേഗത്തിൽ വളരുന്നതുമായ ഒരു മേഖലയ്ക്ക് ഓൺലൈൻ ഗെയിമിംഗ് ബില്ല് മരണമണി മുഴുക്കിക്കഴിഞ്ഞു. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യൻ കായിക രംഗത്തെ ഏറ്റവും വലിയ പരിഷ്കാരം എന്ന് കായിക മന്ത്രി മൻസുഖ് മണ്ഡവ്യ വിശേഷിപ്പിച്ച ദേശീയ കായിക ബിൽ കായിക സംഘടനകളിൽ കൂടുതൽ നിയന്ത്രണം വരുത്താൻ ലക്ഷ്യമിട്ട് കൊണ്ടുവന്നതാണെന്നാണ് നിഗമനം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം ഇറക്കിയതോടെ ബിൽ നിയമമായി. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ചർച്ച കൂടാതെയാണ് ആഗസ്റ്റ് 11 ലോക്സഭയിലും 12 രാജ്യസഭയിലും ശബ്ദ വോട്ടോടെ ബിൽ പാസാക്കിയത്. സർക്കാരിൽ നിന്ന് ഗ്രാന്റുകളോ മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങളോ ലഭിക്കുന്ന കായിക ബോർഡുകളെ വിവരാവകാശ നിയമപരിധിയിൽ കൊണ്ടുവന്നിട്ടുമുണ്ട്. ഇതിലൊരു ആക്ഷേപം എന്താണെന്ന് വെച്ചാൽ സ്പാനിഷ് ക്ലബ്ബായ റയൽ മാഡ്രിഡിന് ശേഷം
കനത്ത സാമ്പത്തിക ശേഷിയുള്ള BCCIയെ ഈ ബിൽ നിയമപരിധിയിൽ നിന്നും പുറത്തു നിർത്തിയിരിക്കുകയാണ്. ഭരണഘടനാ ഭേദഗതിയായതിനാൽ ബിൽ പാസാക്കുന്ന ഘട്ടത്തിൽ ഹാജരായ MP-മാരുടെ 2/3 ഭൂരിപക്ഷം വേണം. നിലവിൽ ലോക്സഭയിലും രാജ്യസഭയിലും ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പ്രതിപക്ഷത്തിന്റെ പിന്തുണ കൂടാതെ പാസാക്കാനുള്ള അംഗബലം NDAക്കില്ല. ലോക്സഭയിൽ NDAയുടെ അംഗബലം 293 മാത്രമാണ്. എല്ലാ അംഗങ്ങളും ഹാജരാകുന്ന സാഹചര്യമാണെങ്കിൽ ഭരണഘടനാ ഭേദഗതി പാസാക്കാൻ 363 MP-മാരുടെ പിന്തുണ വേണം. പാസാക്കൽ സാധ്യമല്ലെന്ന് ബോധ്യപ്പെട്ടിട്ടും ബില്ലുകൾ കൊണ്ടുവന്നതിന് പിന്നിൽ മറ്റ് ചില ലക്ഷ്യം കൂടി കേന്ദ്രത്തിനുണ്ട്. അതിൽ പ്രധാനം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായി ഉയർന്നിട്ടുള്ള ഗുരുതര ആരോപണങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുക എന്നതാണ്. എതിർക്കുന്നവർ അഴിമതിക്കാർക്കൊപ്പമാണെന്ന് വരുത്തി തീർക്കാനുള്ള പ്രചാരണം ഭരണപക്ഷത്ത് ശക്തമാണ്. ഇന്ത്യൻ ഭരണഘടന ഒരു ക്രിട്ടിക്കൽ ICUവിലാണ്. മെഡിസിൻ നമ്മുടെയൊക്കെ കയ്യിൽ തന്നെയുണ്ട്. സൂക്ഷിച്ചുപയോഗിക്കുക.